Good morning all. നമുക്കിപ്പം ആനുകാലികമായിട്ടുള്ള ഒരു വിഷയം. ആനുകാലികമായിട്ടുള്ള വിഷയം എന്താണ്? നമ്മളുടെ ചുറ്റുപാടും നടക്കുന്ന ഒരു വിഷയം. അത് ഏതാണെങ്കിലും അതാണ് നമ്മളുടെ ആനുകാലികമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. ഇപ്പോഴെന്താണ്, ഇപ്പം നിങ്ങളുടെ ചെറുതിലെ ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ കുറച്ച് മുതിർന്ന കുട്ടികളായി. അപ്പോൾ നമ്മൾ സമൂഹത്തെ കാണുന്നതും സമൂഹം നമ്മളെ കാണുന്നതും രീതിക്കെല്ലാം വ്യത്യാസമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും വ്യത്യാസം വരും. അപ്പോൾ കുട്ടിയായിരുന്ന സമയത്ത് നിങ്ങൾ സമൂഹത്തെ കാണുന്നത് നമ്മൾ തന്നെ LKG കുട്ടിയായിട്ട് സ്കൂളിൽ വരുന്ന ആ ഒരു മാനസികാവസ്ഥയിലാണോ ഇപ്പോൾ 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ? അല്ലല്ലോ. നമുക്ക് മാനസികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നില്ലേ? നമുക്ക് ഒരുപാട് ചേഞ്ചസ് വന്നു. അപ്പോൾ നമ്മൾക്ക് ആ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ എന്താണ്, നമ്മളുടെ സമൂഹത്തിനും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോഴെന്താണ്, ഒരു പക്ഷേ ഒരു 20 വയസ്സിലൊക്കെ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ ഒരു കുഞ്ഞായി കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ അമ്മയ്ക്ക് തന്നെ ഏകദേശം എന്താണ് 35-37 വയസ്സൊക്കെ ആയി കാണുമല്ലോ. അപ്പോഴമ്മയുടെ ഒരു ചിന്താരീതിയിൽ അത്രത്തോളം മാറ്റമാണ്. നിങ്ങളുടെ വീട്ടിൽ അപ്പൻ്റെയും അമ്മമ്മയുടെ ഒക്കെ കാര്യങ്ങളാണെങ്കിൽ എന്താണ്, നമ്മളുടെ ചിന്തകൾക്കും പ്രവർത്തികൾക്കും നമ്മളുടെ പെരുമാറ്റത്തിനുമെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നമ്മളുടേത്. അതുപോലെ തന്നെ നമ്മളുടെ നമ്മളുടെ സമൂഹം, നമ്മളുടെ സിറ്റുവേഷൻ എന്താണ്, നമ്മുടെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ സമൂഹത്തിനനുസരിച്ച് നമ്മൾ മാറിയേ പറ്റുള്ളൂ. ഒരുപക്ഷെ ആ സമൂഹം എന്ന് പറയുന്നത് എന്താണ്, ഇപ്പം നിങ്ങൾ കൊച്ചു കുട്ടികളാണ്, നിങ്ങൾക്കിപ്പം യാതൊരു കാര്യങ്ങളിലും ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊന്നും അറിയേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് എന്താണ് കൂടുതൽ, നിങ്ങൾക്കിപ്പോൾ പഠിക്കുക, ബാക്കി സമയം കളിക്കുക, പിന്നെ എന്താണ് കുറച്ച് വെറുതെ കിടന്ന് ഉറങ്ങുക, പിന്നെ കുറച്ച് ആഹാരം കഴിക്കുക, ഇതൊക്കെ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ. പക്ഷേ നിങ്ങൾ ഇതെല്ലാം ഇപ്പോൾ എന്താണ്, ഇപ്പോൾ സ്കൂൾ കാലഘട്ടം കഴിയും, പിന്നെ എന്താണ് ആ +2 ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ കോളേജ് ലെവലാവുകയാണ്. ആ കോളേജ് ലെവലായതിനു ശേഷം എന്താണ്, നിങ്ങൾക്ക് പിന്നെ എന്താണ് ജോലി അത്യാവശ്യമാണ്. ജോലി അപ്പോഴെന്താണ്, നമുക്ക് എല്ലാവർക്കും ജീവിക്കണമെങ്കിൽ എന്താണ് സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സാമ്പത്തികത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ എങ്ങനെയാണ്, നമുക്ക് ജോലി വേണം. ജോലി ചെയ്താൽ മാത്രമല്ല നമുക്ക് ശമ്പളം കിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ്, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ജോലിക്ക് പോകണം. അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് വരുമാനമാകുന്നുണ്ട്. പിന്നീട് എന്താണ്, പിന്നീട് നമുക്ക് വേറെ കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ വേണ്ടേ? ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോഴെന്താണ്, നമുക്ക് വേറൊരു കുടുംബമാകുമ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മളുടെ വീട്ടിൽ തന്നെ കഴിഞ്ഞു വന്നവരെ അല്ലല്ലോ നമ്മൾ ഭാര്യയും ഭർത്താവുമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. മറ്റ് ഒരു കുടുംബത്തിൽ നിന്നും മറ്റൊരു സമൂഹത്തിൽ നിന്നും വരുന്ന ഒരു വ്യക്തിയായിരിക്കും നമ്മളുടെ ജീവിത പങ്കാളിയായിട്ട് വരുന്നത് അല്ലേ? അപ്പോഴെങ്കിലും എന്താണ്, അപ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ഞാൻ പറഞ്ഞത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് വേണ്ടി വരും. അത് ഒരു കുടുംബത്തിൽ ചെന്ന് കയറുന്ന ഭാര്യയ്ക്കാണെങ്കിലും അവരുടെ ഭർത്താവിനാണെങ്കിലും ആ വീട്ടുകാർക്കാണെങ്കിലും എല്ലാം ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ എന്താണ്, എന്തൊക്കെയാണെങ്കിലും ചട്ടിയും കലമല്ലേ എപ്പോഴും തട്ടിമുട്ടിയല്ലേ ഇരിക്കുന്നത്. എന്നിരുന്നാലും അങ്ങനെ തട്ടിമുട്ടി പോകുന്ന ആ ഒരു അവസരത്തിലാണെങ്കിൽ പോലും എന്താണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകണമെങ്കിൽ എന്താണ് കുറേ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണ്ടി വരും. അപ്പോഴെന്താണ്, പക്ഷെ നമ്മളുടെ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചിലപ്പോൾ നമുക്ക് വേണ്ടാതെ വെക്കേണ്ടി വരും. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരുപാട് എന്താണ്, ഞാൻ പറഞ്ഞില്ല എന്താണ്, നമ്മൾ മാത്രമല്ല നമ്മളുടെ കൂടെ ഒരു ജീവിത പങ്കാളിയും കൂടെയുണ്ട്. പിന്നെ എന്താണ്, കുറേ കഴിയുമ്പോൾ കുഞ്ഞുങ്ങളും ഒക്കെ ആകുമ്പോഴേക്കും എന്താണ്, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ ആഹാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മളെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് കഴിയത്തുള്ളൂ അല്ലേ? അങ്ങനെ കഴിയുള്ളൂ. അപ്പോഴെന്താണ്, നമ്മൾ ആ ഒരു വിഷയത്തിൽ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അന്നേരം നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ വേറൊരു കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ആയി അവരുടെ അച്ഛനും അമ്മയൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾ അന്നിരുന്ന് ആലോചിക്കണം, എന്താണ് ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു മനസ്സിൻ്റെ സന്തോഷം, ആ ഒരു സുഖം, അച്ഛൻ്റെയും അമ്മയുടെയും പരിലാളനെയൊക്കെ ഏറ്റുവാങ്ങി സസന്തോഷം ഒരു ടെൻഷനും ഇല്ലാതെ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടിയ ഒരു കുടുംബമായാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ തിരിച്ചൊന്ന് പുറകോട്ട് ചിന്തിക്കണം. നിങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എന്തുമാത്രം നിങ്ങളുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മയൊക്കെ ആണെങ്കിൽ തന്നെ ഉണ്ട് പൊടിക്കുഞ്ഞായി നിങ്ങളെ കൈക്കുഞ്ഞായിട്ട് കൈ കിട്ടുന്ന സമയം തൊട്ട് എത്രയോ രാത്രികൾ ഉറക്കമൊഴിച്ചായിരിക്കും നിങ്ങൾക്ക് വേണ്ടി നോക്കിയിരുന്നത്. നിങ്ങളോട് ഉറങ്ങാതെ വിശക്കുന്ന കരയുമ്പോഴും അങ്ങനെ എല്ലാ കാര്യത്തിനും അച്ഛനും അമ്മയും ഉണർന്നിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം എന്താണ്, അവർക്ക് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഒത്തിരി വലുതായതിനു ശേഷമായിരിക്കും
ഉറങ്ങിയിട്ട് തന്നെ അത്രത്തോളം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരവരുടെ ജീവിതം കളഞ്ഞിരിക്കുന്നത്. പിന്നീട് എന്താണ്, നിങ്ങൾക്ക് അസുഖം വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ തന്നെ നിന്ന നിൽപ്പിനൊക്കെ ആയിരിക്കും പനിയൊക്കെ കൂടി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുന്നത്. അതെല്ലാം എന്താണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രം അവരെന്താണ്, അവരും ഇതുപോലെ കുട്ടികളായി കോളേജ് വിദ്യാർത്ഥികളായിട്ടും ജോലിക്കാരായിട്ടും അവർ ജീവിതം അടിച്ചു പൊടിച്ച് വന്ന സമയത്താണ് നിങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോഴും നിങ്ങൾക്ക് വേണ്ടി അവർ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുമല്ലേ, നിങ്ങളെ ഒന്ന് വളർത്താൻ, നിങ്ങളെ ഒരു പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് അവരൊരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ ഇപ്പോഴും ആ ഒരു അഡ്ജസ്റ്റ് ചെയ്താണ് നിങ്ങളുടെ കുട്ടിക്കാലം കഴിഞ്ഞു പോയത്. നിങ്ങളുടെ വളർച്ചയെല്ലാം അവർ തന്ന ഒരു ദാനം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് തന്നിരിക്കുന്ന ഒരു സൗഭാഗ്യമാണ് ഒരു വിധത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനാണ്. അപ്പോഴെന്താണ്, അപ്പം നമ്മൾ വലുതായി കഴിഞ്ഞ് നമ്മൾക്ക് ജോലിയും കാര്യങ്ങളും വരുമാനവും കുടുംബവും ഒക്കെ ആയി കഴിയുമ്പോഴെന്താണ്, തീർച്ചയായിട്ടും നമ്മളുടെ ആ മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിക്കണം, അല്ലേ? തീർച്ചയായിട്ടും വേണ്ടേ? നമ്മളെ വളർത്തി നല്ല വിദ്യാഭ്യാസം തന്ന് നമുക്ക് നല്ല ജോലിയാവാനും എല്ലാം സഹായിച്ച നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ നമ്മളുടെ അച്ഛനും അമ്മയും അവർക്ക് എന്ത് വേണം? അവരെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപേക്ഷിക്കരുത്. അവരെ കൂടെ തന്നെ നിർത്തുക. ഒരുപക്ഷെ നിങ്ങൾ വിദേശത്തൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് അതിന് വേണ്ടുന്ന, നാട്ടിൽ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും സംരക്ഷണങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. അതൊക്കെ തന്നെ നിങ്ങളുടെ കുടുംബം അത് ചെയ്തു കൊടുക്കാനായിട്ടുള്ള ബാധ്യസ്ഥരാണ്. അപ്പോഴെന്താണ്, ആ ഒരു പ്രായമാവുന്ന അച്ഛനെയും അമ്മയെയും എന്താണ് നമ്മൾ സംരക്ഷിക്കണം. അത് നമ്മളുടെ കടമയാണ്. ആ കടമയിൽ നിന്ന് ആരും പിന്നോട്ട് പോകരുത്. അത് നമ്മളുടെ എന്താണ്, ഒരു കടമയാണ്. അതെല്ലാവരും നമ്മൾ ആ കടമ നിർവഹിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ മക്കളെ, അപ്പോഴങ്ങനെ ഒരു അവസ്ഥയെ പറ്റി പറയുകയാണ് നമ്മുടെ അമ്മത്തൊട്ടിൽ എന്ന കവിത. ഏതാണ്? അമ്മത്തൊട്ടിൽ. അമ്മത്തൊട്ടിൽ എന്നുള്ള കവിത എഴുതിയിരിക്കുന്ന ആരാന്നറിയാമോ? റഫീഖ് അഹമ്മദ്. റഫീഖ് അഹമ്മദ്. ആരാണ് കവിയുടെ പേര് പറഞ്ഞോ നിങ്ങളെ? റഫീഖ് അഹമ്മദ്. റഫീഖ് അഹമ്മദിനെ പറ്റി നിങ്ങൾ നേരത്തെ അദ്ദേഹത്തിന്റെ കവിതകൾ ഏതെങ്കിലും പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിരിക്കാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു യുവ കവിയാണ്. ഒരുപാട് പ്രായമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം എന്താണ്, അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലാണ് ജനിച്ചത്. അദ്ദേഹം ജനിച്ചത് 1961 അദ്ദേഹം ജനിച്ചത്. 1961 ഡിസംബറിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഡിസംബർ 17 അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഗുരുവായൂർ കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം എടുത്തു. ഡിഗ്രി ഇംഗ്ലീഷ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ബിരുദം എടുത്തു. പിന്നെന്താണ്, 2012 ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ നിന്നും സ്വയം വിരമിച്ചു. അപ്പോൾ അദ്ദേഹം ഡിഗ്രി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് നല്ല ജോലി ഉണ്ടായിരുന്നു. സ്വയം വിരമിക്കുക എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ വോളണ്ടറി റിട്ടയർമെൻറ്റ്. നമ്മൾ റിട്ടയർഡ് ആവാനുള്ള പ്രായമായില്ല, പക്ഷെ അതിന് മുമ്പേ റിട്ടയർമെൻറ്റ് വേണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് നമുക്ക് കിട്ടുന്നതാണ് വോളണ്ടറി റിട്ടയർമെൻറ്റ്. പിന്നെന്താണ്, അദ്ദേഹത്തിന് അദ്ദേഹം ചലച്ചിത്ര ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഗർഷോം എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ അദ്ദേഹം ചലച്ചിത്ര ഗാനങ്ങൾ അദ്ദേഹമാണ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഗാനങ്ങൾ എഴുതിയത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ഗാന രംഗത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ തുടക്കം. ആ ഗർഷോം എന്ന് പറയുന്ന സിനിമ ഗാനങ്ങൾ എഴുതിയതിന് ശേഷമാണ്. പിന്നീട് ഒരുപാട് ചലച്ചിത്ര ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞേ? റഫീഖ് അഹമ്മദ്. റഫീഖ് അഹമ്മദ്. അദ്ദേഹം 1961 എവിടെയാണ് ജനിച്ചത്? തൃശ്ശൂർ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. തൃശ്ശൂർ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. 1961 ഡിസംബർ എന്താണ് പറഞ്ഞത്? ഡിസംബർ 17 അദ്ദേഹം ജനിച്ചത്. ഡിസംബർ 17. പിന്നെ അദ്ദേഹത്തെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറയിൽ പണിഞ്ഞത്, സ്വപ്നവാങ്മൂലം, നമ്മുടെ സ്വപ്ന സുരേഷിൻ്റെ കാര്യമല്ല കേട്ടോ, സ്വപ്നവാങ്മൂലം, പിന്നെ ചീട്ടുകളിക്കാർ, റഫീഖ് അഹമ്മദിൻ്റെ കവിതകൾ, പിന്നെ ഒരുപാട് ചലച്ചിത്രങ്ങളുണ്ട്. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വൈലോപ്പള്ളി അവാർഡ്, ഇടപ്പള്ളി അവാർഡ്, ഉളപ്പമണ്ണ അവാർഡ് പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം തുടങ്ങിയ നിരവധി അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു?
കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വൈലോപ്പള്ളി അവാർഡ്, ഇടപ്പള്ളി അവാർഡ്, ഒളപ്പമണ്ണ സ്മാരക പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം തുടങ്ങിയ ഒരുപാട് അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പിന്നെന്താണ്, അദ്ദേഹം 2007, 2009, 2010, 2012, 2015 അങ്ങനെ ഇത്രയും വർഷത്തിലെ മികച്ച ഗാനരചയിതാവായി അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഒരുപാട് നല്ല നല്ല സിനിമാ ഗാനങ്ങൾ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഗാനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെതാണ്. ഏതൊക്കെയാണ് പെട്ടെന്ന് അങ്ങോട്ട് മാഡത്തിന് ഓർമ്മ വരുന്നില്ല. നമ്മളെ സിനിമാ ഗാനവുമായിട്ട് പാട്ടുകളുമായിട്ട് മാഡത്തിന് വലിയ ബന്ധമില്ല. ഒരുപാട് കേൾക്കാനുള്ള സമയം കിട്ടാറില്ല, സിനിമ കാണാനുമുള്ള സമയങ്ങൾ കിട്ടാറില്ല. അതുകൊണ്ട് ആ ചലച്ചിത്ര ഗാനരംഗവുമായി ചലച്ചിത്രവുമായിട്ട് പോലും വലുതായിട്ട് എനിക്ക് അടുപ്പമുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അതിനുള്ള സമയം കിട്ടുന്നില്ല. സിനിമ കാണാനാണെങ്കിലോ ടി വിയിൽ അതിൻ്റെ പാട്ട് കേൾക്കാനാണെങ്കിലോ നമ്മുടെ ഫോണിൽ പോലും അതിൻ്റെ ഒരു പാട്ട് കേൾക്കാനുള്ളൊരു സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മയിൽ കിട്ടുന്നില്ല. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഏതാണ് നമ്മൾ പഠിക്കുന്ന പാഠം? അമ്മത്തൊട്ടിൽ. അമ്മത്തൊട്ടിൽ എന്നുള്ള പാഠം എന്താണ്? ആ പാഠഭാഗത്തിലേക്ക് നമുക്ക് വരാം. എന്താണ് ഈ തൊട്ടിൽ? എന്താണോ തൊട്ടിലല്ലേ നമ്മൾ കുഞ്ഞു വാവകളായിരിക്കുമ്പോൾ എന്താണ് നമ്മൾ നല്ല നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് അത് ഒരു പക്ഷേ രാരീന തൊട്ടിലുണ്ടാകാം, പിന്നെ എന്താണ് നമ്മൾ ചൂരൽ കൊണ്ടിട്ടുള്ള തൊട്ടിലുണ്ടാകാം, പിന്നെ ആ തുണി കൊണ്ട് കെട്ടിയ തൊട്ടിലുണ്ടാകാം. എന്താണ് ആ കുഞ്ഞുങ്ങൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് കെട്ടുന്നതാണ് നമ്മളുടെ തൊട്ടിൽ. ഒരു കുഞ്ഞിനെയൊക്കെ ആണെങ്കിൽ തന്നെ കുളിപ്പിച്ച് നല്ല നന്നായിട്ട് പൊതിഞ്ഞ് ആ തൊട്ടിൽ കിടന്ന് ചെറുതായിട്ട് നാട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞ് അതിൽ കിടന്ന് മണിക്കൂറുകളോളം ഉറങ്ങും അല്ലേ? ഉറങ്ങുന്നുണ്ട്. അപ്പോഴെന്താണ് സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്, പിന്നെ ഒരു കാര്യമുണ്ട്, കട്ടിലിൽ നിന്ന് താഴെ വീണ് പോകത്തില്ല. തൊട്ടിലാണെങ്കിൽ വീഴത്തില്ല, അതിനകത്ത് തന്നെ കുഞ്ഞ് കാണും. കണ്ടെത്താൻ എനിക്ക് ഇറങ്ങി പോകാനൊന്നും പറ്റുമാകത്തില്ലല്ലോ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ആണ് തൊട്ടിൽ എന്ന് പറയുന്നത്. അമ്മത്തൊട്ടിൽ എന്ന് പറയുന്നതാണെങ്കിലോ അമ്മമാരാണല്ലോ കുഞ്ഞുങ്ങളെ തൊട്ടിൽ കൊണ്ട് കിടക്കുന്നത്. അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന വേറൊരു സംരംഭം കൊണ്ട് നിങ്ങൾക്കെന്നറിയാമോ? കൊല്ലം ജില്ലയിലുണ്ട്. ആദ്യമായിട്ട് നമുക്ക് തുടങ്ങിയത് തിരുവനന്തപുരത്ത് തൈക്കാടാണ് അമ്മത്തൊട്ടിൽ. നിങ്ങൾക്കറിയാമല്ലോ എന്താണ്? കുഞ്ഞുങ്ങളെ വേണ്ടാത്ത അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുചെന്ന് ഉപേക്ഷിക്കാനുള്ളൊരു സ്ഥലമാണ് ഈ അമ്മത്തൊട്ടിൽ എന്ന് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് മറ്റൊരാൾക്കും അതിനകത്ത് ഈ കുഞ്ഞിനെ കൊണ്ട് ആർക്ക് വേണമെങ്കിൽ അതിനകത്ത് പ്രവേശിക്കാൻ പറ്റും. കുഞ്ഞിനെ പ്രവേശിക്കാം. അതിനകത്തൊരു തൊട്ടിലുണ്ട്. നമുക്ക് ഉപേക്ഷിക്കാൻ പോകുന്ന കുഞ്ഞിനെ കൊണ്ടുചെന്ന് ആ തൊട്ടിൽ കിടത്തിയിട്ട് ആ അമ്മയ്ക്കിന് പുറത്തിറങ്ങിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യാണ്, ആ തൊട്ടിലിനകത്ത് അലാറം കേൾക്കും. അലാറം അതിൻ്റെ ഓഫീസിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് കുഞ്ഞിനെ കൊണ്ട് കിടത്തി എന്നുള്ളതിൻ്റെ അടയാളം അകത്ത് ബെൽ ചെല്ലും. അത് കുറച്ച് സമയത്തിന് ശേഷമാണ് ബെൽ ചെല്ലുന്നത്. കാര്യം എന്ന് വെച്ചാൽ അമ്മ കുഞ്ഞിനെ കൊണ്ട് അതിൽ കിടത്തി അമ്മയ്ക്കിന് പുറത്തിറങ്ങി പോകാനുള്ള സമയത്തിന് ശേഷം മാത്രമേ അകത്ത് ബെല്ല് ചെല്ലുള്ളൂ. അത് മാത്രവുമല്ല, അമ്മ ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കതക് ലോക്കാവുകയാണ്. പിന്നെ ആ കതക് തുറക്കാൻ പറ്റില്ല. അപ്പോഴെന്താണ്, കുഞ്ഞിനെ കൊണ്ട് കിടത്തി കഴിഞ്ഞാൽ അയ്യോ എനിക്കെൻ്റെ കുഞ്ഞിനെ തിരിച്ച് വേണം എന്ന് പറഞ്ഞാൽ പിന്നെ ചെന്ന് കതക് തുറന്ന് അകത്ത് കയറി കുഞ്ഞിനെ എടുക്കാൻ പറ്റത്തില്ല. പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേനും ആ ഡോർ അത് ലോക്കാവുകയാണ് ചെയ്യുന്നത്. പിന്നെ എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ആ കുഞ്ഞിനെ അകത്തുള്ള ഓഫീസിൽ നിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, തീർച്ചയായിട്ടും അമ്മയും പോയതിന് ശേഷമാണ് അതിനകത്തുള്ള അലാറവും കാര്യങ്ങളും എല്ലാം കേൾക്കുന്നത്. അപ്പോഴെന്താണ്, ആ ഓഫീസിലുള്ളവരൊരിക്കലും ആരാണ് കുഞ്ഞിനെ കൊണ്ട് ഉപേക്ഷിച്ചത് എന്ന് അറിയാൻ പറ്റത്തില്ല. അതാണ് അമ്മത്തൊട്ടിൽ എന്ന് വെച്ചാൽ. അമ്മത്തൊട്ടിൽ എന്ന് വെച്ചാൽ ശിശുക്ഷേമ സമിതിയാണ് അത് നടത്തുന്നത്. ശിശുക്ഷേമ സമിതിയാണ് അതെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ആരംഭിച്ചത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-15 വർഷത്തിനകത്തേ ആവുള്ളൂ കേരളത്തിൽ അമ്മത്തൊട്ടിൽ തുടങ്ങിയിട്ട്. അത് മാത്രമല്ല, എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കുകയും അവരെ പിന്നെ അവരുടെ ഓർഫനേജ് നടത്തുകയും ഈ കുഞ്ഞുങ്ങളെ ദത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ആൾക്കാർക്ക് കുഞ്ഞുങ്ങൾ വേണമെന്ന് പറയുമ്പോൾ സമയത്ത് അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കുകയും അവർ അതിൻ്റെ ക്രമം അനുസരിച്ച് ദത്ത് നൽകപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ആരും എന്താണ്, അച്ഛനും അമ്മയും ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ജനിക്കത്തില്ലല്ലോ. അങ്ങനെ ജനിച്ചതിന് ശേഷം
ജോലി ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്, ഇല്ലെങ്കിൽ തന്നെ വേറെ എന്തെങ്കിലും വേറെ കാര്യങ്ങൾക്കായിരിക്കും കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും കുഞ്ഞുങ്ങളെയൊന്നും ഉപേക്ഷിക്കരുതായിരിക്കും കേട്ടോ. നോക്കിയപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. അപ്പോഴെന്താണ് അമ്മത്തൊട്ടിലിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അപ്പോൾ പണ്ട് കാലത്തുള്ള അമ്മമാരെങ്ങനെയായിരുന്നു? കുഞ്ഞുങ്ങളെ അവരുടെ തൊട്ടിലിനകത്ത് കിടത്തി വളർത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ആധുനിക കാലഘട്ടത്തിലാണെങ്കിലും അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് തോന്നി കഴിഞ്ഞാൽ എന്താണ്? കൊണ്ടുചെന്ന് എവിടെ ഉപേക്ഷിക്കും? അമ്മത്തൊട്ടിലിനകത്ത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അമ്മത്തൊട്ടിൽ മനസ്സിലായല്ലോ? അത് പണ്ടത്തെ കാലത്ത് അമ്മമാര് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു തൊട്ടിലിൽ കിടത്തി ഉറക്കുകയൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ ആധുനിക കാലം എത്തിയപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമായി മാറിയത് അമ്മത്തൊട്ടിൽ എന്നുള്ള ആ ഒരു ഭാഗമൊക്കെ. അപ്പോഴെന്താണ്? കുഞ്ഞുങ്ങൾ സേഫായിട്ട് അവിടെ കിടക്കുന്നത്, ആ അമ്മയ്ക്കൊക്കെ രക്ഷപ്പെട്ടു പോകാം. എന്താണ് അതിനുശേഷം എന്താണ്? കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എന്താണ് എന്ത് ചെയ്യുന്നു? മക്കൾ എന്ത് ചെയ്യുന്നു? അവരുടെ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന ഒരു സന്ദർഭമായി വരികയാണ്. മക്കളെ നിന്നും അവരുടെ അച്ഛനെയും അമ്മയും പ്രായമാകുമ്പോൾ അവരുടെ അച്ഛനും അമ്മയും എന്താണ്? അവരുടെ ആ ഒരു സ്റ്റൈലിന് പറ്റുന്നവരല്ല, അല്ലെങ്കിൽ എന്താണ് അവരുടെ ആ ഒരു സംസ്കാരത്തിന് പറ്റുന്നവരല്ല. അച്ഛനും അമ്മയൊക്കെ വയസ്സായി പോയി, കാണാനുള്ള അവരുടെ ഭംഗിയും ഗ്ലാമറും ഒക്കെ അങ്ങ് പോയി. അപ്പോഴെന്താണ്? അവരെ വേണ്ട എന്ന് വെക്കാവുന്ന, അവരെ ഉപേക്ഷിക്കാനുള്ള ഒരു സ്ഥലം. അതുമായിട്ട് നമുക്ക് ഈ അമ്മത്തൊട്ടിലിനെ പറയാൻ പറ്റും. എന്താണ്? മക്കൾ ഉപേക്ഷിക്കുന്ന അച്ഛനമ്മമാർക്ക് അവരെ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥലം അമ്മത്തൊട്ടിൽ. അമ്മയെ കൊണ്ട് കളയുന്ന തൊട്ടിലാണ് അമ്മത്തൊട്ടിൽ. എങ്ങനെ വേണമെങ്കിലും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ സമൂഹം മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഭാഗത്ത് നോക്കിയ ഒരു വൃദ്ധയായിട്ടുള്ള ഒരു അമ്മയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോഴാ അമ്മ എന്താണ്? ഞാൻ പറഞ്ഞു, നമ്മളൊരു വേറെ കുടുംബമാകുമ്പോഴത്തേന് എന്താണ്? നമ്മളുടെ ആ ജീവിത പങ്കാളി ഒരുപക്ഷെ ഒരുപക്ഷെ നല്ല വേറൊരു വീട്ടിൽ നിന്ന് വേറൊരു അവസ്ഥയിൽ കഴിഞ്ഞിട്ട് വരുന്നവരായിരിക്കും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോഴെന്താണ്? അങ്ങനെ ഒരു മകൻ്റെ ഭാര്യയായിട്ട് വന്ന ഒരു മരുമകൾക്ക് അമ്മായിയമ്മയെ തീരെ ഇഷ്ടമല്ലാതെ വന്നു. അമ്മായിയമ്മ എന്താണ്? അവർക്ക് കാഴ്ചയിൽ ഭംഗിയില്ല, വെറുതെ ഇരിക്കുന്നു, വരുമാനമില്ല, അവരെ സംരക്ഷിക്കേണ്ടത് ആവശ്യമില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ആ മരുമകൾക്ക് അമ്മായിയമ്മയെ ഇഷ്ടമല്ലാതാകുന്നു. അപ്പോഴെന്താണ്? ആ മരുമകൾ അവരുടെ ഭർത്താവിൻ്റെ കൂടെ പറയുകയാണ്, ഇവരെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോളാം, ഈ വീട്ടിനകത്ത് പറ്റത്തില്ല എന്നും പറഞ്ഞ് നിർബന്ധം പിടിക്കുകയാണ്. അപ്പോഴെന്താണ്? ആ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് സ്വന്തം അമ്മയെ, പെറ്റമ്മയെ കൊണ്ട് ഉപേക്ഷിക്കാൻ വേണ്ടി പോകുന്ന ഒരു മകനെയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പരിചയപ്പെടുന്നത്. കാരണം ഭാര്യയുടെ വാക്ക് കേട്ട്, ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി സ്വന്തം അമ്മയെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ഒരു മകൻ്റെ കാര്യമാണ്. മകൻ്റെ അവസ്ഥയെ പറ്റിയാണ്. മകൻ്റെ അവസ്ഥയല്ല, അവസ്ഥയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഭാര്യ പറഞ്ഞ്, സുഹൃത്തുക്കൾ പറഞ്ഞ്, മക്കൾ പറഞ്ഞു എന്ന് പറഞ്ഞാലും നമ്മുടെ സ്വന്തം അമ്മയെ നമ്മൾ ഉപേക്ഷിക്കുമോ? ഉപേക്ഷിക്കരുത്, ഒരിക്കലും ഉപേക്ഷിക്കരുത്. കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ആ അമ്മ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഉപേക്ഷിക്കരുത്. അമ്മയൊന്നും ഒരിക്കലും ഉപേക്ഷിക്കാൻ തയ്യാറാകരുത്. ഓക്കെ മക്കളെ, അപ്പോൾ അങ്ങനെ ഭാര്യയുടെ വാക്ക് കേട്ട് അമ്മയെ ഉപേക്ഷിക്കാൻ പോകുന്ന ഒരു മകനെയാണ് നമ്മൾ ഈ ഒരു അമ്മത്തൊട്ടിൽ എന്നുള്ള കവിതാഭാഗത്ത് പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ കവിത എഴുതിയത് ആരാണ് കുഞ്ഞുങ്ങളെ? റഫീഖ് അഹമ്മദ്. അദ്ദേഹം എന്താണ്? 1961 തൃശ്ശൂർ ജില്ലയിൽ, 61 ഡിസംബർ 17 തൃശ്ശൂർ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഓക്കെ, നമ്മളുടെ കവിതാഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. പിൻസീറ്റിലെത്രയ്ക്കു നേരെയിരുത്തിയിട്ടു ഓരം ചരിഞ്ഞു മടങ്ങിയിരുന്നമ്മ, നീരുറ്റ വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോടു ചേർത്തു വച്ചിട്ടുണ്ട്. എങ്ങോട്ടു പോകുന്നുവെന്നു ചോദിച്ചില്ല, എന്തിനെന്നും
എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ എന്താണ്, ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ഉപേക്ഷിക്കാൻ, എവിടെയെങ്കിലും കൊണ്ട് കളയാൻ കൊണ്ടുപോകുന്ന ഒരു അമ്മയുടെ അവസ്ഥയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പിൻസീറ്റിലെത്രയ്ക്കു നേരെ ഇരുത്തിയിട്ട് മോരം ചരിഞ്ഞു മടങ്ങിയിരുന്നമ്മ. എങ്ങനെയാണ്? പിൻസീറ്റിലെത്രയ്ക്കു നേരെ ഇരുത്തിയിട്ട് മോരം ചരിഞ്ഞു മടങ്ങിയിരുന്നമ്മ. അമ്മ എന്താണ് കാറിന്റെ എന്ത് ചെയ്തു? അപ്പോഴെന്താണ് ആ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി അമ്മയെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അപ്പോഴെന്താണ് ആ മകൻ അമ്മയെ, മകന് സ്വന്തമായിട്ട് കാറൊക്കെ ഉണ്ട് കേട്ടോ, ആ അമ്മ എന്ത് ചെയ്യുന്നു? ആ കാറിന്റെ പിൻസീറ്റിൽ, പുറകുവശത്തെ സീറ്റിൽ എന്താണ് കയറ്റി ഇരുത്തി, ആ പുറത്തെ സീറ്റിൽ കയറ്റി ഇരുത്തി. അങ്ങനെ ഇരുന്നിട്ടും എന്താണ് ആ സീറ്റിന്റെ ഒരു ഓരം, ഒരു അറ്റത്ത്, ആ സീറ്റിന്റെ അങ്ങോട്ട് ഡോറ് തുറന്ന് കയറുന്ന ഭാഗത്തായിട്ട് അങ്ങ് ഇരിക്കണം. അകത്തോട്ട് നീങ്ങി ഇരിക്കാൻ പോലുമുള്ള ഒരു പക്ഷെ ആരോഗ്യം കാണത്തില്ല അല്ലേ? ആരോഗ്യമില്ല. ഓരം ചെരിഞ്ഞിരിക്കണം, അറ്റത്തോട്ട് ഇങ്ങനെ ചരിഞ്ഞ് അമ്മ ഇരിക്കുകയാണ്. എന്താണ് എന്നിട്ട് ആ അമ്മയെ നേരെ ഇരുത്തിയിട്ടും അമ്മയ്ക്ക് എന്താണ് നേരെ ഇരിക്കാനുള്ള കെൽപ്പില്ല. അമ്മ അങ്ങ് ചരിഞ്ഞു പോവുകയാണ്, അമ്മ ചരിഞ്ഞിരിക്കുകയാണ്. പിൻസീറ്റിലെത്രയ്ക്കു നേരെ ഇരുത്തിയിട്ടു മോരം ചരിഞ്ഞു മടങ്ങിയിരുന്നമ്മ. നീരുറ്റ വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോടു ചേർത്തു വച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താണ് അമ്മയുടെ കൈകൾ എങ്ങനെയാണെന്ന് പറയുന്നത്? നീരുറ്റ വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോടു ചേർത്തു വച്ചിട്ടുണ്ട്. അമ്മയുടെ കൈകൾ എങ്ങനെയാണെന്ന് പറയുന്നത്? വെറും ആ നീരുറ്റ വറ്റി വരേണ്ട കൈകൾ. നമ്മുടെ കൈയിലെന്ന് വെച്ചാൽ എന്താണ് ആ ഒരു മാംസകമായുള്ള ഭാഗം ഒന്നുമില്ല. ആ എന്താണ് ഒരു നീരെന്താണ് കയ്യിൽ, ആ ഒരു ചോരമയവും ആ ഒരു മാംസകമായുള്ള ഒരു പ്രസരിപ്പും ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും അമ്മയുടെ കൈകൾക്കില്ല. ആ നീരെല്ലാം വറ്റിയ, ആ വറ്റി വരേണ്ട കൈകൾ എന്തുപോലെയാണ്? അമ്മയുടെ കൈകളെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. കൈച്ചുള്ളികൾ, ആ വെറും ചുള്ളിക്കമ്പ് പോലെയുള്ള രണ്ട് കൈകൾ. ആ ചുള്ളിക്കമ്പ്, നമ്മളുടെ കമ്പ് അറിയത്തില്ലല്ലോ ചുള്ളിക്കമ്പ്. ചുള്ളിക്കമ്പ് എന്ന് പറയുന്നത് എന്താണ്? മരത്തിന്റെ കമ്പൊക്കെ നമ്മളങ്ങോട്ട് മരത്തിൽ നിന്നൊക്കെ വെട്ടിയെടുക്കുന്ന സമയത്ത് എന്തായിരിക്കും? നല്ല പച്ചയായിരിക്കും. പക്ഷെ അത് വെയിലത്ത് കിടന്ന് ഉണങ്ങി അതിൻ്റെ ആ വെള്ളമെല്ലാം വറ്റപ്പോഴത്തേക്ക് എന്താണ്? വെറും ഉണക്ക മരമാവത്തില്ലേ, ഉണക്ക കമ്പാവുന്നില്ലേ? അതല്ലേ നമ്മൾ തീയരിക്കാനൊക്കെ എടുക്കുന്നത്. ഉണങ്ങിയ വിറവല്ലേ നമ്മൾ തീയരിക്കാൻ എടുക്കുന്നത്. അതുപോലെ എന്താണ് അമ്മയുടെ കൈകൾ എന്താണ്? വെറും ചുള്ളിക്കമ്പുകൾ പോലെ ആയിരിക്കും, വെറും ചുള്ളികളായിരിക്കുന്നു. ആ ചുള്ളികൾ എന്താണ് ചെയ്യുന്നത്? ആ കൈകൾ എന്താണ് നിവർന്നു പോകാതെ, എന്താണ് നീരാതെ, നിവർന്നു പോകാതെ നെഞ്ചോട് ചേർത്ത് വെച്ചത്, മാറോട് നെഞ്ചിലേക്ക് അമ്മ കൈകൾ രണ്ടും അമ്മ കൈകൾ ചേർത്ത് വെച്ചിരിക്കുകയാണ്. കാറിന്റെ ബാക്കിൽ കയറി ഇരുന്നിട്ട് എന്താണ് കാറിന്റെ സീറ്റിൽ കയറി ഇരുന്നിട്ട് അങ്ങോട്ട് നീങ്ങിയിരിക്കാൻ പോലും വയ്യാതെന്ന് മടങ്ങി പോവുകയാണ് അമ്മയല്ലേ. അത് കഴിഞ്ഞിട്ട് എന്താണ് അമ്മയുടെ കൈകളെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. നീരുറ്റ ആ വറ്റി വരണ്ട കൈ ചുള്ളികളായിട്ടുള്ള, വെറും വറ്റി വരണ്ട ഉണക്ക ചുള്ളികൾ പോലെയുള്ള ആ കൈകൾ എന്ത് ചെയ്യുന്നു? അത് മാറിപ്പോവാതെ, നിവരാതെ ആ നെഞ്ചിലേക്ക് ചേർത്ത് വച്ചിരിക്കുകയാണ് അമ്മ. പിൻസീറ്റിലെത്രയ്ക്കു നേരെ ഇരുത്തിയിട്ട് ഓരം ചരിഞ്ഞു മടങ്ങിയിരുന്നമ്മ. നീരുറ്റ വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോടു ചേർത്തു വച്ചിട്ടുണ്ട്. എങ്ങോട്ടു പോകുന്നു എന്നും ചോദിച്ചില്ല, എന്തിനെന്നും പക്ഷേ കണ്ണുകൾ മങ്ങി പഴകിയ പിഞ്ഞാണ വർണ്ണമായി പാടയും പിളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. എന്താണ് പറയുന്നത്? നമ്മൾ അമ്മ ആ കാറിന്റെ പുറകുവശത്ത് കൈയിരുത്തിയിട്ട് എന്താണെന്ന് മടങ്ങിയിരിക്കുകയാണ് അമ്മ. എന്നിട്ട് എന്താണ് അമ്മയുടെ ആ
കൈച്ചുള്ളികളായിട്ടുള്ള ആ ഒരു നീരെല്ലാം വറ്റി വരേണ്ട കൈച്ചുള്ളികൾ നെഞ്ചിലേക്ക് എന്താണ് നെഞ്ചിലേക്ക് നെഞ്ചിൽ നിന്ന് മാറിപ്പോകാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ മടങ്ങി തന്നെ കൈകൾ നെഞ്ചിലിരിക്കുകയാണ് അമ്മയുടെ കൈകൾ. അതിനുശേഷം എന്താണ് പറയുന്നത്? ആ അമ്മ എന്താണ് അമ്മ കാറിൽ മകൻ കാറിൽ വിളിച്ചുകൊണ്ട് ഇരുത്തിയിട്ട് പോലും അമ്മ എന്ത് ചെയ്തില്ല? എങ്ങോട്ട് പോകുന്നു എന്നും ചോദിച്ചില്ല. എവിടെയാണ് പോകുന്നത് എന്ന് അമ്മ ആ മകന്റെ കൂടെ ചോദിച്ചില്ല. മോനെ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എന്ന് അമ്മ എന്ത് ചെയ്തില്ല? അമ്മ ചോദിച്ചില്ല. എങ്ങോട്ട് പോകുന്നു എന്നു ചോദിച്ചില്ല. എന്തിനെന്നും നമ്മൾ എന്തിനാ പോകുന്നത്, നമ്മൾ എവിടാ പോലെ പോകുന്നത് എന്ന് ഒരിക്കലും എന്ത് ചെയ്തില്ല? അമ്മ ആ മകന്റെ കൂടെ അമ്മ ചോദിച്ചില്ല കേട്ടോ. അമ്മ ചോദിച്ചതേ ഇല്ല. എങ്ങോട്ടു പോകുന്നു എന്നും ചോദിച്ചില്ല. എന്തിനെന്നും പക്ഷേ കണ്ണുകൾ മങ്ങി പഴകിയ പിഞ്ഞാണ വർണ്ണമായി പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. എന്താണ് അമ്മ? മോനെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ എന്തിനാണ് ഈ രാത്രിയിൽ പോകുന്നത്? ഇത് രാത്രിയാണ് കേട്ടോ, പകൽ നടക്കുന്ന സംഭവമല്ലേ കുഞ്ഞുങ്ങളെ, രാത്രിയിൽ നടക്കുന്ന സംഭവമാണ്. നമ്മൾ ഈ രാത്രിയിൽ ഇപ്പോൾ എങ്ങോട്ടാ മോനെ പോകുന്നതെന്ന് പോലും ആ അമ്മ മകന്റെ കൂടെ ചോദിച്ചില്ല. പക്ഷെ എന്താണ്? പക്ഷേ ആ അമ്മയുടെ കണ്ണുകൾ എങ്ങനെയാണെന്ന് നോക്കിക്കേ. പക്ഷേ കണ്ണുകൾ മങ്ങി പഴകിയ പിഞ്ഞാണ വർണ്ണമായി. മങ്ങി പഴകി, അപ്പോൾ ഒരുപാട് പഴക്കമുള്ള മങ്ങിയിട്ടുള്ള പിഞ്ഞാണമുണ്ടല്ലോ. നമ്മളുടെ പാത്രം, സ്റ്റീൽ പാത്രമുണ്ട്, നമ്മുടെ ക്ലേയുടെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ പോലും എന്താണ് നമ്മൾ ഒരുപാട് ആ പുതിയത് വാങ്ങിക്കുമ്പോഴെന്താണ് നല്ല ഫ്രഷാണ്, നല്ല വൈറ്റ് കളറല്ലേ, നല്ല ഡിസൈനൊക്കെയുള്ള നല്ല ഭംഗിയായിട്ടുള്ള പാത്രങ്ങളാണ്. പക്ഷേ നമ്മൾ ഉപയോഗിച്ച് എന്ന് വാഷ് ചെയ്ത് ഉപയോഗിച്ച് നമുക്ക് കുറേ കഴിയുമ്പോഴെന്താണ് അതിൻ്റെ ആ ഒരു തിളക്കവും ഗ്ലാമറും ഒക്കെ അങ്ങ് പോകും, അങ്ങ് മങ്ങിപ്പോകും. അതിൻ്റെ ആ ഭംഗിയൊക്കെ അങ്ങ് കുറയും. നമ്മളെന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ ക്ലേയുടെ പാത്രങ്ങളാണെങ്കിൽ തന്നെ അതിൻ്റെ ആ ഭംഗി, അതിൻ്റെ ആ തിളക്കം എല്ലാം പോയി അങ്ങ് മങ്ങി ഒരുമാതിരി അഴുക്ക് പിടിച്ചുകൊണ്ടൊക്കെ ഒരു അവസ്ഥയായിരിക്കും. നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അതുകൊണ്ട് വൃത്തിയാകാത്തൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മങ്ങിപ്പോകും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളും വാങ്ങിക്കുമ്പോൾ നല്ല വെട്ടിത്തിളങ്ങി നന്നായിട്ടിരിക്കും. പക്ഷെ നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിച്ച് എന്നും കഴുകി വൃത്തിയാക്കി എടുത്ത് കഴിയുമ്പോൾ പിന്നെ ആദ്യമൊക്കെ കഴുകുമ്പോഴെന്താണ് മുഖം നോക്കാൻ നല്ലതായിരിക്കും. സ്റ്റീൽ പാത്രം കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പുതിയ ഇപ്പോൾ ലഞ്ച് ബോക്സ് നമ്മൾ പുതിയത് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ തുറന്ന് നോക്കുമ്പോഴെന്താണ് നമ്മുടെ മുഖം കാണാൻ പറ്റും. നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് എന്താണ് കണ്ണാടി നോക്കുന്നതൊക്കെ നോക്കാം നമ്മളുടെ പുതിയ പാത്രമാണെങ്കിൽ ഇല്ലേ. പക്ഷെ കുറേ ദിവസം നമ്മൾ ഉപയോഗിച്ച് കഴുകി വീണ്ടും ഉപയോഗിക്കുമ്പോഴെന്താണ് അതിൻ്റെ ആ ഒരു ശോഭ അങ്ങ് പോകും. അതെന്താണ് മങ്ങിപ്പോവുകയാണ്, അതിൻ്റെ തിളക്കം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോഴങ്ങനെ നഷ്ടപ്പെട്ടതാണ് എന്താണ് ആ അമ്മയുടെ കണ്ണുകൾ എങ്ങനെയാണെന്നാ പറഞ്ഞത്? കണ്ണുകൾ മങ്ങി പഴകിയ പിഞ്ഞാണ വർണ്ണമായി. ആ മങ്ങി പഴകിപ്പോയ ആ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴേ മങ്ങി തുടങ്ങുമല്ലോ. മങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് അമ്മയ്ക്ക് ഇത്ര പ്രായമൊക്കെ ആയില്ലേ, അപ്പോഴെന്ത് ചെയ്തു അതങ്ങ് പഴകിപ്പോയി, ഒരുപാട് പഴയതായിപ്പോയി. എന്താണ് അമ്മയുടെ കണ്ണുകൾ എന്താണ് ഒരുപാട് പഴകിയ ആ ഒരു പിഞ്ഞാണ വർണ്ണമായി കഴിഞ്ഞു. അമ്മ ആ ഒരു പിഞ്ഞാണത്തെ ആ ഒരു പാത്രങ്ങളുടെ ആ ഒരു മങ്ങിയ പഴയ പാത്രങ്ങളുടെ നിറമായിരിക്കുന്നു. പിന്നെന്താണ് ആ കണ്ണുകൾക്ക് വേറെ എന്താണ് പറയുന്നത്? മങ്ങി പഴകിയ പിഞ്ഞാണ വർണ്ണമായി പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. പിന്നെ എന്താണ് ആ കണ്ണുകൾ എന്താണ് ആ ഒരു പിഞ്ഞാണ വർണ്ണം പോലെ പഴകിയ പിഞ്ഞാണത്തിന്റെ കളർ ആ ഒരു നിറമായിരിക്കുന്നു ആ കണ്ണുകൾക്ക്. അത് മാത്രമല്ല പിന്നെന്താണ് പാടയും പീളയും മൂടിയ കണ്ണുകൾ. ആ കണ്ണിലെന്താണ് കണ്ണിനകത്ത് നിറയെ പാടയും പീളയും ഒക്കെ വന്ന് മൂടിയ കണ്ണുകളാണ്. ആ കണ്ണുകളിൽ നിന്ന് പാട വരുന്നത് നമുക്ക് പനിയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിൽ കൂടുതലായിട്ട് പാട കെട്ടത്തില്ലേ, ചെങ്കണ്ണ് വരുമ്പോൾ പാട കെട്ടത്തില്ലേടോ കണ്ണില്, ഇവരുടെ കണ്ണ് തുറക്കാൻ പോലും പറ്റാത്ത അതും ഈ പറയുന്നത് പാടയും പീളയും എല്ലാം ഒന്ന് മൂടിയതാണ്. അപ്പോൾ നമുക്ക് കുറേ
പറ്റാത്തില്ല. അതുകൊണ്ട് കണ്ണൊന്നും നേരെ തുറക്കത്തില്ല. ആ പീളയെല്ലാം വന്നിങ്ങ് കണ്ണിലേക്ക് അടഞ്ഞു പോവുകയാണ്. എന്താണ് ആ പാട കെട്ടിയതും പീഡ കെട്ടിയതുമായിട്ടുള്ള കണ്ണുകൾ എന്ത് ചെയ്തു? വളരെ പണിപ്പെട്ട് വളരെ പാടുപെട്ടാണ് ആ അമ്മയൊന്ന് തുറക്കുന്നതൊന്ന് തുറന്നു നോക്കിയത്. കണ്ടോ അമ്മയുടെ കണ്ണുകൾ എന്താണെന്നാണ് പറഞ്ഞത്? എങ്ങനെയുള്ള കണ്ണുകളാണ് അമ്മയുടെ? നോക്കിക്കേ, ആ കണ്ണുകൾ എന്താണ്? മങ്ങി പഴകിയ പിഞ്ഞാണവർണ്ണമായിരിക്കുന്നു. ഒരുപാട് പഴകിയ പിഞ്ഞാണവർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. പിന്നെന്താണ്? അത് നിറയെ എന്താണ്? പാടയും പീളയും മൂടിയിരിക്കുകയാണ്. അമ്മയുടെ കണ്ണുകൾ നിറയെ പാടയും പീളയും മൂടിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ ഒരു കണ്ണ് വളരെ കഷ്ടപ്പെട്ട് വളരെ പാടുപെട്ട് അമ്മയെ തുറന്ന് അടച്ചു. നോക്കിയേ കുഞ്ഞുങ്ങളെ, ഒന്നുകൂടി അമ്മയുടെ കണ്ണുകളെ പറ്റി എങ്ങനെയാണെന്ന് പറഞ്ഞത് നോക്കിക്കേ. കണ്ണുകൾ കണ്ണുകൾ മങ്ങി പഴകിയ പിഞ്ഞാണ വർണ്ണമായി പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. വളരെ പണിപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് പാടുപെട്ട് അടയ്ക്കുകയും തുറക്കുകയും ചെയ്തു ആ അമ്മ. ഒന്നുകൂടെ നോക്കിയ മക്കളെ, ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ച ആ ഒരു സ്റ്റാൻസ, പാരഗ്രാഫ് എന്നല്ല പറയുന്നത് കേട്ടോ, ആ ഒരു സ്റ്റാൻസ. പിൻസീറ്റിലെത്രയ്ക്കു നേരെ ഇരുത്തിയിട്ടു മോരം ചരിഞ്ഞു മടങ്ങിയിരുന്നമ്മ. നീരുറ്റ വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോടു ചേർത്തു വച്ചിട്ടുണ്ട്. എങ്ങോട്ടു പോകുന്നുവെന്നു ചോദിച്ചില്ല എന്തിനെന്നും. പക്ഷേ കണ്ണുകൾ കണ്ണുകൾ മങ്ങി പഴകിയ പിഞ്ഞാണ വർണ്ണമായി പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. അപ്പോൾ എന്താണ് നമ്മൾ ഈ റഫീഖ് അഹമ്മദിൻ്റെ അമ്മത്തൊട്ടിൽ നിന്നുള്ള കവിതയിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഭാര്യയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ, നിർബന്ധം കാരണം അമ്മയെ ഉപേക്ഷിക്കാൻ പോകുന്ന ഒരു മകനെ നമ്മൾ പരിചയപ്പെടുത്തില്ല. നമ്മുടെ അമ്മയുടെ ഒരു അവസ്ഥയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ ഇതുവരെ പഠിച്ചത്. എന്താണ്? ആ പ്രായാധിക്യം മൂലം വാർദ്ധക്യത്തിലേക്ക് എത്തപ്പെട്ട അമ്മ അല്ലേ, ഒരു അവശയായിട്ടുള്ള അമ്മയാണ്. എങ്ങനെയാണ് അവശത എങ്ങനെയാണെന്ന് മനസ്സിലായത്? ആ കാറിൻ്റെ പിൻസീറ്റ് തുറന്ന് അതിനകത്ത് കയറ്റിയിരുത്തിയപ്പോഴത്താണ് ആ ചരിഞ്ഞ് മടങ്ങി അമ്മ അവിടെ ഇരിക്കുകയാണ്. അമ്മയ്ക്കൊന്ന് നേരെ നീങ്ങിയിരിക്കാൻ പോലുമുള്ള ആരോഗ്യസ്ഥിതിയില്ല. അത്രയ്ക്കും വയസ്സായ ഒരു അമ്മയാണ്. ആ അമ്മയുടെ കൈകളൊക്കെ എന്തുപോലാണെന്നാണ് പറഞ്ഞത്? ആ നീരുറ്റു വറ്റി വരണ്ട കൈ ചുള്ളികൾ പോലെയാണ്. രണ്ട് വെറും ഉണക്ക കമ്പ്, ചുള്ളിക്കമ്പ് എങ്ങനെയാണോ അങ്ങനെയുള്ള കൈകളായിട്ട് മാറിയിരിക്കുകയാണ് അമ്മയ്ക്ക്. ആ കൈച്ചുള്ളികളായി പോയി അമ്മയുടെ കൈകൾ, വെറും ചുള്ളികൾ പോലെയുള്ള കൈകളായി കഴിഞ്ഞു. ആ കൈകൾ അമ്മ മാറോട് ചേർത്ത് വച്ചിട്ടുണ്ട്. പിന്നെന്താണ്? ആ മകൻ അമ്മയെ രാത്രിയിൽ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസരത്തിൽ പോലും എന്താണ്? അമ്മ ചോദിച്ചില്ല ആ മകനോട്, മോനെ നമ്മൾ എവിടാണ് പോകുന്നത്, എങ്ങോട്ടാണിപ്പോൾ ഈ യാത്ര എന്നുള്ള കാര്യം അമ്മ ആ മകൻ്റെ കൂടെ ചോദിച്ചില്ല. അമ്മ ഒന്നും മിണ്ടാതെ വണ്ടിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ കണ്ണുകൾ എങ്ങനെയുള്ളതാണെന്നാണ് പറഞ്ഞത്? ആ മങ്ങിത്തുടങ്ങിയ പിഞ്ഞാണം പോലെ, പിഞ്ഞാണം പാത്രം പോലെ, പാത്രങ്ങൾ മങ്ങിത്തുടങ്ങിയ എല്ലാം അങ്ങനെയുള്ള ആ ഒരു പാത്രങ്ങൾ പോലെയാണ്. അങ്ങനെയാണ് ആ മങ്ങി പഴകിയ പിഞ്ഞാണവർണ്ണമായിരിക്കുന്നു അമ്മയുടെ ആ കണ്ണുകൾ. പിന്നെ ആ കണ്ണുകൾ എന്താണ്? കണ്ണുകൾ നിറയെ പാടയും പീളയുമായിട്ട് കണ്ണുകൾ വന്ന് മൂടിയിരിക്കുകയാണ്. ആ ഒരു അമ്മയെ ഉപേക്ഷിക്കാൻ വേണ്ടി മകൻ കാറിനകത്ത് കയറ്റി കൊണ്ടുപോവുകയാണ്. ആ ഭാഗമാണ് നമ്മൾ ഇത്രയും പഠിച്ചത്. നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ച ആ അമ്മയുടെ മനസ്സിപ്പോൾ എന്തായിരിക്കുമെന്ന് അല്ലേ? തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ കൂടെ ഒരിക്കലും അമ്മയ്ക്ക് ചോദിക്കാൻ പറ്റുന്നില്ല, എന്തിനാ മോനെ, എന്ത് പറ്റി, എവിടോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്, നീ ഇപ്പം എന്തിനാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്നൊന്നും ആ പാവപ്പെട്ട അമ്മയ്ക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. അമ്മയ്ക്ക് അറിയായിരിക്കുമല്ലോ തീർച്ചയായിട്ടും തന്നെ ഉപേക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണെന്ന് അല്ലേ? അതുകൊണ്ട് തന്നെ അമ്മ മോനോട് ചോദിക്കാഞ്ഞത് എന്തിന്, എവിടെ പോവുകയാണ്, എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിക്കാഞ്ഞതിൻ്റെ കാര്യം അതല്ലേ? തീർച്ചയായിട്ടും അതാണ് കുഞ്ഞുങ്ങളെ ആ ഒരു കാരണം. എന്തുകൊണ്ട് പോകുന്നില്ല, എന്തുകൊണ്ട്, എങ്ങോട്ടാണ് പോകുന്നത്, നീ ഇപ്പോൾ ഈ രാത്രിയിൽ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നും ആ പാവപ്പെട്ട അമ്മ മകൻ്റെ കൂടെ ചോദിക്കുന്നില്ല. ഒരുപാട് മനപ്രയാസം കാണും ആ അമ്മയ്ക്ക്. മനസ്സ് എന്താണ് തകർന്നു പോകുന്ന ഒരവസ്ഥയല്ലേ ഇത്? സ്വന്തം
സ്വന്തം മകൻ തന്നെ രാത്രിയിൽ എവിടോ കൊണ്ടാക്കാൻ പോകുന്നു, എങ്ങോട്ടോ കൊണ്ടുപോകാൻ തുടങ്ങുന്നു. ആ ഒരു അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് അമ്മയുടെ മനസ്സൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വലുതാകുമ്പോൾ എന്താണ്, ഒരിക്കലും നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരുടെ വാക്കുകൾ കേട്ടുകൊണ്ടും ഏത് സാഹചര്യത്തിൻ്റെയും ഏത് സമ്മർദ്ദത്തിൻ്റെയും പുറത്താണെങ്കിൽ പോലും ഒരിക്കലും ഉപേക്ഷിക്കരുത് കേട്ടോ. അപ്പം നിങ്ങൾ എന്താണ്, നിങ്ങളാക്കിയത് ആരാണ്? നിങ്ങളുടെ അച്ഛനും അമ്മയുമാണ്. അതുകൊണ്ട് ഒരിക്കലും അവരെ ഉപേക്ഷിക്കുകയേ ചെയ്യരുത്. എപ്പോഴും എന്ത് വന്നാലും നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ, ആരോഗ്യപരമായിട്ട് നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്താണ്, നിങ്ങളുടെ അച്ഛനെയും അമ്മയും സംരക്ഷിക്കുക എന്നുള്ളൊരു കടമ നിങ്ങൾക്ക് മാത്രമാണ്. ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ ചിന്തിക്കുക, എനിക്ക് ചേട്ടനുണ്ടല്ലോ, എനിക്ക് അനിയനുണ്ടല്ലോ, ചേച്ചി ഉണ്ടല്ലോ, അനിയത്തി ഉണ്ടല്ലോ, അവർ നോക്കും ഇവർ നോക്കും എന്നൊക്കെയുള്ള ഒരു തർക്കമൊക്കെ, അത് അങ്ങനെയൊന്നും പാടില്ല. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പിന്നിൽ അച്ഛനും അമ്മയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് അവരെ നോക്കാൻ കേട്ടോ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വലുതാകുമ്പോഴും നമ്മളുടെ അച്ഛനെയും അമ്മയെയും നമ്മൾ സംരക്ഷിക്കുക. ഓക്കെ മക്കളെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബാക്കി അന്ന് പഠിക്കാം. ഓക്കെ ചിൽഡ്രൻ, ബൈ.